ഒരു പള്ളിപണി നടക്കുകയാണ്. ആ ഇടവകയിലെ വികാരിച്ചനും നാട്ടുകാർക്ക് ഒരേപോലത്തെ ഒരു സ്വപ്നമാണ്, നല്ലൊരു പള്ളി പണിയാണ്. പക്ഷേ പ്രശ്നമുണ്ട്, കോവിഡ് കഴിഞ്ഞിരിക്കുകയാണ്, വെള്ളപ്പൊക്കം കഴിഞ്ഞിരിക്കുകയാണ്, കാര്യമായിട്ടുള്ള സാമ്പത്തികമൊന്നും ഇപ്പോൾ പള്ളിയിലില്ല. ഒരു പിരിവ് നടത്താനുള്ള സിറ്റുവേഷനും അല്ല പള്ളിയിൽ. അതുകൊണ്ട് അവരെല്ലാവരും കൂടി തീരുമാനിച്ച് നമുക്കൊരു കാര്യം ചെയ്യാം, ഇടവ നിർമ്മാണാർത്ഥം ഒരു വലിയ ലേലം നടത്താം. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, എല്ലാവരും അവരവർ ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വസ്തു കൊണ്ടുവരുന്നു. അത് ഒരു ശനിയാഴ്ച എല്ലാവരും കൊണ്ടുവന്ന് ഞായറാഴ്ച ആദ്യത്തെ കുർബാനയ്ക്ക് ശേഷം നമ്മൾ ഒന്നിച്ച് ലേലം ചെയ്യുന്നു. അതിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് ഒരു ഇനീഷ്യൽ എമൗണ്ട് ആയിട്ട് കണ്ടെത്തി നമുക്ക് പള്ളിയുടെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കാമെന്ന് തീരുമാനമാകും. അങ്ങനെ എല്ലാവരും അവരവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പച്ചക്കറി കൃഷി നടത്തുന്നവരും അങ്ങനെ ഓരോരുത്തരും അവരവർ ചെയ്യുന്ന ജോലികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഓരോ വസ്തുക്കൾ കൊണ്ടുവരാൻ തീരുമാനിക്കുന്നു. അപ്പോൾ ശനിയാഴ്ച ആയപ്പോൾ എല്ലാവരും അവരുടെ വസ്തുക്കൾ കൊണ്ടുവരാൻ തുടങ്ങി. അപ്പോഴാണ് നമ്മുടെ മത്തായി ചേട്ടൻ അവിടേക്ക് കടന്നു വരിക. മത്തായി ചേട്ടൻ അവിടേക്കൊന്നും നോക്കുന്നില്ല, നേരെ വിചാരിച്ചതിൻ്റെ മുറികയിലാണ്. വിചാരിച്ച നാളത്തെ ലേലത്തിൽ ഞാൻ പങ്കെടുക്കുന്നില്ല. വിചാരിച്ചപ്പോൾ മത്തായി അങ്ങനെ പറയരുത്, മത്തായി പങ്കെടുക്കണം. മത്തായി ഈ ഇടവകയുടെ മകനാണ്. മത്തായി കൊണ്ടുവരുന്ന ഏതും ചെറുതും വലുതുമായുള്ള വസ്തു നമുക്ക് സ്വീകാര്യമാണ്. അതുകൊണ്ട് മത്തായി ധൈര്യമായിട്ട് നാളെ വരണം എന്ന് പറഞ്ഞ് മത്തായിനെ സമാധാനിപ്പിച്ച് വിചാരിച്ചും വിടുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി ആൾക്കാർ പള്ളിയുടെ നോക്കിയപ്പോൾ പള്ളിയുടെ മോണ്ടലത്തിൽ നിറച്ച് വസ്തുക്കളാണ്. നല്ല ഇനം ഫ്രൂട്ട്സുകളുണ്ട്, പച്ചക്കറികളുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് നോക്കിയപ്പോൾ അവളുടെ പള്ളിയുടെ പ്രധാന വാതിൽക്കൽ അവർ ഒരു ശവപ്പെട്ടി ഇരിക്കുന്നതാണ്. അത് നമ്മുടെ മത്തായിയുടെ ശവപ്പെട്ടിയാണ്. കാരണം അദ്ദേഹം ആ നാട്ടിലെ ഒരു ശവപ്പെട്ടി കച്ചവടക്കാരനാണ്. തന്റെ കടയിലെ ഏറ്റവും നല്ല ശവപ്പെട്ടി അദ്ദേഹം അവിടെ കൊണ്ടേ വെച്ചേക്കാണ്. എല്ലാവരും പരസ്പരം കുറ്റം പറയാൻ തുടങ്ങി, പിറുപിറുക്കാൻ തുടങ്ങി. മത്തായിനെ നോക്കി അവർ ചോദിക്കാൻ തുടങ്ങി, മത്തായി നിന്റെ തലയ്ക്ക് ബോധമല്ലേ? ആരെങ്കിലും ഒരു ശവപ്പെട്ടി ലേലത്തെ വിളിച്ച ചരിത്രമുണ്ടോ? ഇതും പറഞ്ഞ് മത്തായിനെ കുറ്റം പറയാൻ തുടങ്ങി. വിചാരിച്ചും പെട്ടെന്ന് പറഞ്ഞു, എന്തെങ്കിലും ആവട്ടെ, നമുക്ക് ലേലം ആരംഭിക്കാം. അങ്ങനെ ലേലം ആരംഭിച്ചു. ഓരോ വസ്തുക്കളും നല്ല ഇനം വിലക്കൊക്കെ, ഒരു 2 ഇരട്ടി വിലയ്ക്ക് 3 ഇരട്ടി വിലക്കൊക്കെ വിറ്റുപോകാൻ തുടങ്ങി. എല്ലാം വിറ്റുപോയി. അവസാനം മത്തായിയുടെ ശവപ്പെട്ടി മാത്രം ഇങ്ങനെ വിറ്റുപോകാതെ അവിടെ ഇരിക്കുകയാണ്. എല്ലാവരും വീണ്ടും പിറുപിറുക്കാൻ തുടങ്ങി. ഇതുവരെ ഇങ്ങനെ വിറ്റുപോകാതെ കിടക്കുന്നത് ഒരു വല്ലാത്തൊരു ഐശ്വര്യക്കേടാണ്. വീണ്ടും മത്തായിനെ എല്ലാവരും കുറ്റപ്പെടുത്താൻ തുടങ്ങി. വികാരിച്ചും പെട്ടെന്ന് പറഞ്ഞ്, ആരും വിഷമിക്കേണ്ട, മത്തായിയുടെ ശവപ്പെട്ടി ഞാൻ 10,000 രൂപയ്ക്ക് വിളിക്കുകയാണ്. പക്ഷെ ഞാൻ ഇത് എനിക്ക് വേണ്ടിയല്ല, ഞാൻ മഠത്തിലെ മദറിന് സമ്മാനമായിട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. മദർ ചാടി എഴുന്നേറ്റു. വികാരിച്ച് അങ്ങയുടെ സ്നേഹം ഞാൻ മനസ്സിലാക്കുന്നു, പക്ഷെ ഇത് ഞാൻ 20,000 രൂപയ്ക്ക് നമ്മുടെ പള്ളിയിലെ കൈക്കാരന്മാർക്ക് സമ്മാനമായിട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. കൈക്കാരന്മാർ പെട്ടെന്ന് പറഞ്ഞു, മദർ പുലിയാന്ന് ഞങ്ങൾക്ക് അറിയാം, പക്ഷെ ഞങ്ങളിത് 50,000 രൂപയ്ക്ക് നമ്മുടെ പള്ളിയിലെ കപ്പിയാർക്ക് കൊടുക്കണം. അങ്ങനെ 50,000 കഴിഞ്ഞു, 1 ലക്ഷം കഴിഞ്ഞു, 2 ലക്ഷം കഴിഞ്ഞു, അവസാനം 3 ലക്ഷം രൂപയ്ക്ക് ആ ഇടവകയിലെ ഒരു പ്രമാണിയായിട്ടുള്ള വ്യക്തി എഴുന്നേറ്റ് പറഞ്ഞു, ഞാനിത് ശവപ്പെട്ടി 3 ലക്ഷം രൂപയ്ക്ക് വിളിക്കുകയാണ്. ഇതെനിക്ക് വേണ്ടിയല്ല, നമ്മുടെ ഇതുണ്ടാക്കിയ മത്തായിക്ക് തന്നെ സമ്മാനമായിട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. മത്തായി പറഞ്ഞു, കുഴപ്പമില്ല, ഞാനിതെടുത്തുകൊണ്ട് വീട്ടിൽ പൊക്കോളാം. നമ്മുടെ ഇടവകയിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ട വ്യക്തി മരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഞാൻ ഇത് ഫ്രീ ആയിട്ട് കൊടുത്തോളാം. അങ്ങനെ മത്തായി തന്റെ ശവപ്പെട്ടി എടുത്തുകൊണ്ട് വീട്ടിൽ പോയി. അങ്ങനെ ലേലം അവസാനിച്ചു. പിറ്റേ ആഴ്ച ഓരോ വസ്തുവും വിറ്റുപോയ വിലയുടെ ക്രമത്തിൽ നോട്ടീസ് ഇറങ്ങിയപ്പോൾ ഏറ്റവും വിലയ്ക്ക് വിറ്റുപോയത് നമ്മുടെ മത്തായിയുടെ ശവപ്പെട്ടിയാണ്. അങ്ങനെ മത്തായിയുടെ ശവപ്പെട്ടി അവിടെ താരമായി. മത്തായിയുടെ ശവപ്പെട്ടിയെ കുറിച്ച് പല കഥകൾ പ്രചരിക്കാൻ തുടങ്ങി. എന്തിന്? പള്ളിയുടെ മൂലക്കല്ലായി മാറിയത് പോലും നമ്മുടെ മത്തായിയുടെ ശവപ്പെട്ടിയാണെന്ന് വരെ കഥകൾ പ്രചരിക്കാൻ തുടങ്ങി.